ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? അതായത് എൻ്റെ ഓഫീസിൽ നിന്ന് ടീം ഔട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തിയിട്ട് ഇവിടെ നിന്ന് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിനാണ് നമ്മൾ പോകുന്നത്. ആണെങ്കിൽ ഇപ്രാവശ്യം പരിപാടീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ വെച്ചാൽ അവിടെ ചെന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണുന്നു, അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിപ്പിക്കുന്നുണ്ട്. സോ ഗെയിംസിൻ്റെ റൂൾസ് ഒന്നും ഞാനാണെങ്കിൽ വായിച്ചു നോക്കിയിട്ടുണ്ടെന്നല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുമായിരുന്നു. ബിക്കോസ് കണ്ടക്ട് ചെയ്യണമല്ലോ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ ഒരു ഗെയിം ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തത് സ്ക്വിഡ് ഗെയിമിലെ ഗെയിംസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകാൻ ഇനി 10 മിനിറ്റുകൾ, അതിന് മുമ്പ് ഉണ്ടാക്കി തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ടീംമേറ്റ്സിനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട് എൻട്രൻസിലോട്ട് നടക്കുക. കാരണം ബസ്സൊക്കെ എടുക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാവം ടീംമേറ്റ്സ് എത്ര ആത്മാർത്ഥമായി പണിയെടുത്ത് കയ്യിൽ കളറ് പോലുമായി. നമ്മളുടെ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എയർലൈൻ ഓപ്പറേഷൻസ് ആണ്. അപ്പം നമ്മുടെ 12th ഫ്ലോറിൽ ഒരു 260+ ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഡേ ട്രിപ്പാണ് അറേഞ്ച് ചെയ്തത്. നമ്മൾ ഇന്ന് പോണത് മാളയിലുള്ള, അതായത് തൃശ്ശൂരുള്ള ഒരു റിസോർട്ടിലാട്ടോ. പേരൊക്കെ ഞാൻ വഴിയേ പറയാം. കോർഡിനേറ്റേഴ്സ് ആയതാണ് നമ്മൾ അവസാനത്തെ ബസ്സിലാണ് പോകുന്നത്. പിന്നെ തൊപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കോർഡിനേറ്റർ സ്ക്വാഡിന്റെ പേരാണ് ഹാപ്പിനെസ് ട്രൈബ്. സോ അതൊക്കെ കുറച്ചു നേരം വെച്ച് നോക്കി. പിന്നെ ബസ്സിൽ കയറിയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. സോ അതെല്ലാം ഉണ്ടാക്കി. അങ്ങനെ ഒരു 2 മണിക്കൂറിലും കൂടുതൽ കഴിഞ്ഞ് നമ്മളിത് ആ ലൊക്കേഷനിൽ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫാലോ ലാൻഡ് പോലെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് തമിഴ്നാട്ടിലൊക്കെ പോയ പോലെ തോന്നി. പക്ഷെ ആ ഒരു ഏരിയ മാത്രമായിരുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു ഡ്രൈ ആയിട്ട് കിടന്നത്. പിന്നെ ഫുൾ പച്ചിപ്പായിരുന്നു. നമ്മുടെ ലൊക്കേഷന്റെ പേരെന്ന് വെച്ചാൽ ഗിബി ഫാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ടീംമേറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ നടക്കാണ്ട് ഞാൻ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ടാണ് പോണത്. സത്യത്തെ വീഡിയോ എടുക്കാൻ തുടങ്ങിയോട്ട് കൂടുതൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം എന്താ, ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ താറാവ് ഇരിക്കണു. അണ്ട് എൻ്റെ ടീംമേറ്റ്സ് ഒന്നും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കണ കാരണം ഞാനൊന്നും വിട്ടില്ല. നല്ലൊരു പോർഷനുണ്ട്. എന്നെ പോലെ ബാംബൂ ട്രീസ് ഇഷ്ടമുള്ള ആരാ ഉള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മരമാണ് ബാംബൂ ട്രീ. അതിൻ്റെ ആ ഒരു തിക്നെസ് ആണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് വെച്ചാൽ. ഇത് 2 ആ ബാംബൂ ട്രീസിൻ്റെ ഇടക്കൂടി നടക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഭയങ്കര രസമായിരുന്നു. ആദ്യം തന്നെ ലാസ്റ്റ് ബസ്സിനാണ് വന്നത്. പിന്നെ വന്ന വഴിക്കും എല്ലാ സൈറ്റ്സും കണ്ടു വന്നപ്പോൾ അവിടെ വെള്ളം പരിപാടീസൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കാനായിട്ട് വന്നു. ഇത് വാട്ടർ മെലൺ ജ്യൂസ് ആണ്. അതും പിന്നെ സമോസ ഉണ്ടായിരുന്നു. ചിക്കൻ സമോസ ഉണ്ടായിരുന്നു, വെജ് സമോസ ഉണ്ടായിരുന്നു. ചിക്കൻ എന്നെ അവിടെ വിളിക്കുന്നുണ്ട്. കാരണം ഗെയിംസിൻ്റെ അനൗൺസ്മെൻറ്റ് ഞാനാണ് ചെയ്യേണ്ടത്. സോ ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ. ഗെയിമിന് മുമ്പ് ഫസ്റ്റ് കുറച്ച് അനൗൺസ്മെൻറ്റ്സും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പരിപാടിയും നടക്കുന്നത് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രണ്ടിലുള്ള പോർഷനിലാണ്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ മുൾക്കിരീടം എനിക്കുള്ളതാണെന്നാണ് ഇതിന്റെ മീനിങ്. നമ്മുടെ ഇതെന്നുവെച്ചാൽ ഒരു കുട്ടി പാട്ട് പാടും, അതിൻ്റെ ബാക്കി ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും പാടണം. അപ്പം ഞങ്ങളുടെ ടീമിലുള്ള ഡാൻസ് ചേട്ടനാണ് കേട്ടോ ആ പാട്ട് പാടണത്. അടുത്തത് നമ്മുടെ ഡാൻസ്. വെറും 3 ദിവസം പോയിട്ട് 2 ദിവസം കൊണ്ട് പഠിച്ച ഡാൻസ് ആണ് കേട്ടോ അടുത്തത് കളിക്കാൻ പോണത്.
ഈ ഡാൻസിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ഫോൺ കൊണ്ടേ ബാഗിൽ വെച്ചു. അത് കാരണം കുറേ ഷോർട്സ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ബിസി ആയിരുന്നു, ഗെയിംസും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നല്ലോ. അപ്പം പിന്നെ ഫോൺ പിടിക്കാനും പാടാണ്, ചാർജും ഉണ്ടായിരുന്നില്ല. ഗെയിംസ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കണം നിങ്ങളെ കാണിക്കാണ്ട് പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ എന്താ എൻ്റെ ടീംമേറ്റിലെ ചേച്ചിയുടെ ഫോണിലാണ് അതെടുത്തത്. കണ്ടു നോക്കേ. ഇവിടെ അടുത്ത സാധനം എവിടെ ചേട്ടാ? അടുത്ത സാധനം കാണിച്ചേ എവിടെ? സാധനമാണ്. എന്താണ് സാധനത്തിന്റെ പേര്? എവിടെ ചേട്ടാ കാണിച്ചേ? ശ്രീ ചേച്ചി നോക്കിയ എന്റെ പ്ലേറ്റ് നിറഞ്ഞ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു മെനുവിൽ ആൻഡ് ഫുഡ് വാസ് ഗുഡ്. എന്നിട്ട് പിന്നെ കുറേ സമയത്തിന് ശേഷം ദാ റൂമിൽ ചെന്ന് ഞാൻ ഫോൺ എടുത്തു. ഇനി ഇവിടുത്തെ ഒരു റിസോർട്ട് ടൂറാണ് കാണിക്കാൻ പോണേ. ഈ റിസോർട്ടിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇടുന്നത്. ഇനി എന്ത്, ഈ റിസോർട്ടിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതൊരു കോട്ടേജ് പോലെയാണോ ചേച്ചി? അത് കോട്ടേജ് പോലെയാണോ ഇത്? സ്ഥലമുണ്ട്. വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട്. ഈ ചെടിയുടെ പേര് ഇങ്ങനെ ബിഗ് ടീം ഔട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്പേസാണ്. കാരണം ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ നമുക്കിങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ അത് ക്യാമ്പ് ഫയറിൻ്റെ പ്ലേസ് ആണ്. ശരിക്കും സ്റ്റേക്കേഷനൊക്കെ ചെയ്യാനും പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ലേക്ക് സൈഡ് ആയത് കാരണം അവിടെ നിന്ന് വരുന്നൊരു കാറ്റും ഉണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാ വീഡിയോസും ഞാൻ തന്നെ എടുക്കണം, കാരണം എന്നെ കാണുന്നില്ല എന്നുള്ള പരാതി വേണ്ട എന്നോർത്ത് എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ടീമിലെ 2 കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചതാട്ടോ. രസമുണ്ടായിരുന്നു, ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ ഇങ്ങനെ അവിടെ പറന്ന് നടക്കാനായിട്ട്. ബൈ ദ വേ, എനിക്ക് തന്നെ പേഴ്സണലി ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ മുടി ഇന്ന് നല്ല ഭംഗി കിടപ്പുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. രസമായിട്ട് കിടക്കുന്നുണ്ട്. അത് കാരണം തന്നെ എനിക്ക് നല്ല ഹാപ്പിയായി. എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. ഏത് സ്ഥലം ആണോ? അതെവിടെയാ സ്ഥലം? വീട് ഞങ്ങളൊക്കെ ഗ്രാമപ്രദേശല്ലേ, സിറ്റി ലൈഫ് ആയതുകൊണ്ട് പിന്നെ എന്താ ഇവിടെ നിന്നുള്ള മീനായിരിക്കും നമുക്ക് തരാൻ. അയ്യോ, പ്രേതത്തിന്റെ പൂവാണോ? അയ്യോ, ഈ താര എന്നെ പറഞ്ഞ് പേടിപ്പിക്കുവാണ് ഗൈസ്. ശരിക്കും പ്രേതപ്പൂവാണോ ഇത്? ഇത് പൂവിന്റെ പേരെന്താ? പ്രേതപ്പൂവാ ആണോ? അല്ല, അപ്പൊ ഇതോ? ഈ ചേച്ചിക്ക് നല്ല മുടിയുണ്ട് കേട്ടോ ഗൈസ്. ഈ ചേച്ചിക്ക് നല്ല മുടിയുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ നേരത്തെ ഡാൻസ് കളിച്ച ഈ സ്വിമ്മിംഗ് പൂളിന്റെ ആ ഫ്രണ്ടിലായിരുന്നു. ഇതിനകത്തോട്ട് വീഴുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇറങ്ങാനൊക്കെ തോന്നി, പക്ഷെ നട്ടുച്ചയായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയില്ല. മാത്രമല്ല ഇത് ഓപ്പൺ പൂളല്ല. അപ്പൊ ഇത്രയും പേരായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചിറക്കി ആയിട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. എന്നാലും മുടിയൊക്കെ നനഞ്ഞ് കുളക്കോഴി പോലെയൊക്കെയാണ്, അതുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് ഒക്കെ എന്ത് രസമായിരിക്കും അല്ലേ? ഈ ഇരിക്കുന്ന സ്പോട്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് സെൽഫായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ പ്രകൃതിരമണീയമായിട്ടുള്ള ഈ ഒരു കായലും അവിടെ ഒരു വഞ്ചിച്ചേട്ടൻ തുഴഞ്ഞു പോയുന്നതും ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എന്താ ഊഞ്ഞാലാടാൻ പോയിട്ടാ. ആ
ഊഞ്ഞാലിനൊരു കുഞ്ഞു വളവുണ്ടായിരുന്നു, അതാണ് വീഴാൻ പോയി. നേരത്തെ പ്രവീണേച്ചി ഇങ്ങനെ വീഴാൻ പോയപ്പോൾ ഞങ്ങൾ ചിരിച്ചതാട്ടാ പാവം. അത് ശിപ്പാന്നടാ. ഞാൻ പറയുമ്പോ നിങ്ങൾക്കൊക്കെ എന്നെ അങ്ങടി ഇങ്ങടി എന്തായിരുന്നു? ഒറ്റക്ക് തന്നെ ഇത്ര ഉയരത്തിൽ ആടാൻ എനിക്ക് പറ്റും, എന്നെ പോലെ നിങ്ങൾക്കും പറ്റുമോ ഗൈസ്? എനിവേസ്, അവിടെ ഉണ്ടായിരുന്നത് ആ വഞ്ചിച്ചേട്ടൻ ദാ ഇവിടം വരെ എത്തി. ടീമിന്റെ ഒരു ഗ്രൂപ്പ് പിക്ചർ മസ്റ്റ് ആണല്ലോ, സോ അതെടുക്കുന്ന പരിപാടിയാണ്. വീണ്ടും ഗിബി ഫാം കാഴ്ചകൾ. ദാ കുരുമുളക് കാണാമോ? നമ്മുടെ വെറൈറ്റി തരത്തിലുള്ള ഗെയിംസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. ഇനി ഇതാ ഈ ഒരു 4 മണിയാകുമ്പോൾ ഒരു ഗെയിമും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ തൊട്ട് അപ്പുറത്തായിട്ടൊരു വാട്ടർ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ഈ റിസോർട്ടിന്റെ പാട്ടാ. സോ അത് നോക്കാൻ പോവാം. ഫുൾ വ്ലോഗ് എടുത്തിട്ട് ഇടയ്ക്ക് എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവരെ കൊണ്ട് എടുപ്പിക്കട്ടെ. അപ്പോഴുള്ള കോമഡീസ് ആണ്. ഇതാണ് കേട്ടോ ആ വാട്ടർ ബ്രിഡ്ജ്. ഇത് വെള്ളത്തിന്റെ ഒരു പാലാട്ടോ, അതിന്റെ ഇടയ്ക്ക് ഓരോ ഓട്ടയുണ്ട്, അതിൽ കൂടി ഫോണൊന്നും പോവാണ്ട് ശ്രദ്ധിച്ച് നടക്കുക. റിസ്കി ബ്രിഡ്ജ്, റിസ്കി ബ്രിഡ്ജാണ് കേട്ടോ. നമ്മുടെ ഫോണൊക്കെ എന്നാലും നമ്മൾ അയ്യോ പഠിച്ചോനെ ഇതെന്ത് സാധനാടാ? ഇരുന്ന് പോണ എന്തോ. ഇതിനാഴില്ലല്ലോ, ഒന്നിച്ച് കയറാലോ. പേടിയുണ്ടാ? പേടിയുണ്ടാ ആരൊക്കെ? ആ ഇതങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ ആടുന്നതാണ്. പിന്നെ ആണെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അതെന്താ ഇവർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ആട്ടം വന്നത് ഞാൻ ആട്ടിയതാണെന്നൊക്കെ. പിന്നെ ഇതാ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു, ചിലവരൊക്കെ അതിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമുള്ളത് എടുത്തോളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ മീൻ പിടിക്കുന്ന ഒരു ചേട്ടൻ, അങ്ങനെ പല പല പരിപാടീസ് ആയിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് നൈസായിട്ടൊന്ന് മാറിയിട്ടാ, കാരണം ഞാൻ ഇട്ടുണ്ടോ ഡ്രസ്സിൽ നൈസായിട്ട് അഴുക്ക് പറ്റി. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടായത് ഭാഗ്യം. ഇപ്പൊ കണ്ട മിഠായികളെല്ലാം ഫസ്റ്റ് കിട്ടുന്ന ടീമിന്റെ സമ്മാനാണ്. ലാസ്റ്റ് ഗെയിം ആയിട്ടുള്ള സ്ക്വിഡ് ഗെയിമിലെ ഗെയിമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗെയിം കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ബസ്സിൽ തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. അതൊരു 5 o'clock അപ്പൊ ഒരു 7 ഒക്കെ ആകുമ്പോൾ ഓഫീസിൽ എത്തൂലോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുവാണ് കേട്ടോ. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രിപ്പായിരുന്നു. പക്ഷേ ഒരുപാട് അനൗൺസ് ചെയ്യാനും പിന്നെ വെയിലത്ത് ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത കാരണം കുറച്ച് ടയേർഡായി. അതുകൊണ്ടാണ് പിന്നെ ഫസ്റ്റ് ബസ്സിന് തന്നെ പോയിട്ട് വീട്ടിലൊന്ന് ചെന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ 5 മണിയുടെ ബസ്സിന് പോയി 7 മണിക്ക് ഓഫീസിലെത്തി വേഗം വീട്ടിൽ പോകാൻ ഓർത്തു. ഇല്ല, നല്ല അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. ബസ്സിൽ കയറി ആ AC ഇരുന്ന് ഇങ്ങനെ കംഫി ആയിട്ടിരുന്നപ്പോൾ എന്തൊരു സുഖമായിരുന്നെന്നറിയോ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഇരുട്ടായി, സന്ധ്യ കഴിഞ്ഞ് അങ്ങനെ 7 മണിയൊക്കെ ആവാറായപ്പോൾ ഓഫീസിൻ്റെ അവിടെ എത്താറായി. പോകുന്ന വഴിക്ക് ഓരോരുത്തർ വീടിൻ്റെ അവിടെ ഇറങ്ങി. ഞാൻ ഓഫീസിൽ വണ്ടി വെച്ചിട്ടുണ്ട്. സോ ഓഫീസിൽ നിന്ന് വണ്ടി എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോണത്. ഞാൻ ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എത്താറായി. അപ്പോൾ പിന്നെ എഴുന്നേറ്റു. ഇതകത്ത് ഫുള്ള് നമ്മുടെ IBSന്റെ തന്നെ ക്യാമ്പസ് ആയതുകൊണ്ട് വാച്ച്മാൻസും സെക്യൂരിറ്റീസൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ സേഫ് ആയിട്ട് വെക്കാം. അങ്ങനെ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇതാ വണ്ടി പോയി, എല്ലാവരും വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അകത്ത് കയറി ഒന്ന് സ്വൈപ്പ് ഔട്ട് ചെയ്യണമായിരുന്നു. സോ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ വണ്ടിയിൽ സ്നാക്സ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള സ്നാക്സ് എടുത്ത് ഞാൻ ദാ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദാ എൻ്റെ സ്കൂട്ടർ എടുത്ത് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ.